നമസ്കാരം. 18ാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം സമ്പൂർണ്ണ വിജയം കരസ്ഥമാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ ആകെയുള്ള 39 സീറ്റിലും ബി.ജെ.പി. നയിക്കുന്ന എൻ.ഡി.എ സഖ്യത്തെ വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് 39 സീറ്റും ഇന്ത്യ സഖ്യം കരസ്ഥമാക്കിയത്. സംസ്ഥാനത്തെ 39 സീറ്റിൽ ഡി.എം.കെ 22 സീറ്റിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 9 സീറ്റിലും വി.സി.കെ 2 സീറ്റിലും സി.പി.ഐ 2 സീറ്റിലും സി.പി.ഐ.എം 2 സീറ്റിലും എം.ടി.എം.കെ 1 സീറ്റിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 1 സീറ്റിലും അങ്ങനെ 39 സീറ്റിലും ഇന്ത്യ സഖ്യം സമ്പൂർണ്ണ വിജയം കരസ്ഥമാക്കി. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പുതുച്ചേരിയിലെ ഏക ലോക്സഭാ സീറ്റും കോൺഗ്രസ് നേടി. സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും ലഭിക്കുന്ന സ്വീകാര്യതയുടെ തെളിവാണ് 39 സീറ്റിലും ഇന്ത്യ സഖ്യം മോദിയുടെ എൻ.ഡി.എ സഖ്യത്തെ പരാജയപ്പെടുത്തിയത്. രാജ്യത്ത് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും അധികം ജനസ്വീകാര്യത ലഭിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് തമിഴ്നാട്. അതോടൊപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനുമായുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ രീതിയിൽ ഗുണം ചെയ്തു. സ്റ്റാലിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നടത്തുന്ന വലിയ രീതിയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം എം.കെ. സ്റ്റാലിൻ എന്ന ജനകീയ നേതാവിന് തമിഴ്നാട്ടിൽ നിന്നും ലഭിക്കുന്ന ജനസ്വീകാര്യതയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിച്ചു. തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ പ്രചാരണങ്ങളെയെല്ലാം തീർത്തും നിഷ്പ്രഭരാക്കുന്ന പ്രകടനമാണ് ഇന്ത്യ സഖ്യം തമിഴ്നാട്ടിൽ കാഴ്ചവെച്ചത്. ആഴ്ചയിൽ ഒരു തവണ എന്നോണം തമിഴ്നാട് സന്ദർശിച്ച മോദിക്കും തമിഴ്നാട്ടിൽ യാതൊരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല.